as in at least sitting with your spouses in the church, നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ okay, just continue with the same practice, please. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ആരും നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചുകൊണ്ട് പോകരുത്. നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുക. വേണ്ടാത്തൊരു വേണ്ട, അത് വിഷയമല്ല. No forcing. I'm not going to compel. ആരെ ഇവിടെ നിർബന്ധിക്കുന്നു? എല്ലാവർക്കും കൂടെ സ്വാതന്ത്ര്യമുണ്ട്. So we are still friends, aren't we? Hallelujah. We are okay with you, isn't it? And you're okay with me, right? No force. Okay. Hallelujah. Right, 2 Timothy chapter 2 and verse 15. നോക്കാം 2 തിമോഥെയോസ് 2:15. Be diligent to present yourself approved to God. ദൈവത്തിന് നിങ്ങളെ തന്നെ കൊള്ളാവുന്നവരായി തെളിയിക്കുവാൻ ഉത്സാഹിപ്പീൻ. A worker who does not need to be ashamed. ലജ്ജിക്കുവാൻ വകയുണ്ടാക്കാത്ത ഒരു ശുശ്രൂഷകനെ പോലെ. Rightly dividing the word of truth. ദൈവത്തിന്റെ വചനം നല്ലതുപോലെ വിഭാഗിക്കുന്നവരായി തന്നെ. It says be diligent to present yourself approved unto God. ദൈവത്തിന് കൊള്ളാവുന്നവരായി നിങ്ങളെ തന്നെ നിങ്ങൾ അവതരിപ്പിക്കുവീൻ എന്നാ പറയുന്നത്. The Bible talks about a place where your approval comes from God. ദൈവത്തിൽ നിന്നും നിങ്ങളുടെ അപ്രൂവൽ വരുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. And where's the approval? എവിടാണ് അപ്രൂവൽ? It says rightly dividing the word of truth. ദൈവവചനം വ്യക്തമായി വിഭാഗിക്കുന്നതിലാണ് ദൈവത്തിന്റെ അംഗീകാരം വരുന്നത്. Now when I got a hold of this verse, ഞാൻ ഈ വാക്യം ആദ്യം കണ്ടപ്പോൾ I really wanted to know what does it mean to rightly divide the word of truth. എനിക്കറിയണമായിരുന്നു ദൈവവചനം വ്യക്തമായി ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. And then the Lord told me this. കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, Rightly dividing the word of truth is to draw the right line between the two covenants. ദൈവത്തിന്റെ വചനം വ്യക്തമായി വിഭാഗിക്കുന്നതിന്റെ അർത്ഥം പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും മധ്യേ വ്യക്തമായ വര വരയ്ക്കണമെന്ന്. Amen. Amen. For most of us, the new covenant and the old covenant is divided by a blank page in your Bible, which is just the book of Malachi and the beginning of the book of Matthew. നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും മധ്യയുള്ള വ്യത്യാസം മത്തായിക്കും മലാക്കിക്കും ഇടയുള്ള വെള്ള പേജ് മാത്രമാണ്. That's not the division. അതല്ല ആ വ്യത്യാസം കൊണ്ടിരുന്നത്. The division is much later. അത് കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് വരുന്നത്. Amen. Amen. I want to also tell you about the importance of the word of God, ദൈവവചനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയേണ്ടതുണ്ട്. which will set us free from a problem which humanity has been facing. നിങ്ങളും ഞാനും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസത്തെ അതിജീവിക്കാൻ തക്കവണ്ണം ഇത് നമ്മളെ സഹായിക്കും. What is the greatest need for a human being? ഒരു വ്യക്തിക്ക് ആവശ്യമായ ഏറ്റവും എന്താണ്? It's the need for forgiveness of sin. പാപക്ഷമയാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. So but when you place this line of the division between the old covenant and new covenant, പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും മധ്യേ നിങ്ങൾ വര വരയ്ക്കുമ്പോൾ, and you must place this line in the right place, ശരിയായ സ്ഥാനത്ത് ആ വര വരയ്ക്കുമ്പോൾ, the Bible talks about being set free from the pangs and the power of sin. പാപത്തിന്റെ ശക്തിയിൽ നിന്നും അതിന്റെ പിടുത്തത്തിൽ നിന്നും വിടുവിക്കപ്പെടുന്നതായി വചനം നമ്മളെ പഠിപ്പിക്കുന്നു. Now I have to tell you about define sin to you. പാപം എന്തെന്നൊന്ന് പറയട്ടെ. Now when we talk about sin, we talk about adultery, we talk about drinking, smoking and various things. പാപം എന്ന് പറയുമ്പോൾ സാധാരണ കൊള്ളരാതിമേൽ വീഴുക, മദ്യപിക്കുക, സിഗരറ്റ് വലിക്കുക എന്നൊക്കെയാണ് ചിന്ത. And so we think, man, I'm not in adultery, I'm not drinking, I'm not smoking, I'm doing fine. ഞാൻ ആ കാര്യത്തിലൊക്കെ വളരെ വ്യത്യസ്തനാണ്, അതുകൊണ്ട് ഞാൻ പാപം ചെയ്യുന്നില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്. Do you know the book of Romans chapter 14? റോമർ 14 നിങ്ങൾക്കറിയാം. Verse 23. 23 വാക്യം. The last line says, അവസാനത്തെ വാക്യം, whatsoever is not of faith is sin. വിശ്വാസം കൂടാതെ ചെയ്യുന്നതെല്ലാം പാപം തന്നെ. Amen. Amen. That means if you're thinking right now about what you will do tomorrow, because everything, the inflation is taking place and the fuel prices are going up, you are sinning right now. നാളെ കുറിച്ച് ഭാരപ്പെടുമ്പോൾ തന്നെ ഓർത്തുകൊള്ളണം, നിങ്ങൾ പാപത്തിലേക്ക് വീഴുകയാണ്. Amen. Amen. Are you with me this morning? രാവിലെ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? Yeah, it's not the great things like we think it's adultery. It's just even, hey, you know what you don't walk in faith is, the Bible says, is sin. വിശ്വാസം കൂടാതെ ഉള്ളതെല്ലാം പാപമാണെന്ന് വചനം പറയുന്നു. But the Bible also promises a new covenant believer, എന്നാൽ ഒരു പുതിയ നിയമ വിശ്വാസിക്ക് വേദപുസ്തകം ഇങ്ങനെ വാഗ്ദാനം ചെയ്യുന്നു, that the sin will not have dominion over his people. തന്റെ ജനത്തിന്മേൽ പാപം കർത്തൃത്വം നടത്തുകയില്ല എന്ന് വചനം പറയും. Amen. Though sin is a reality, ആ പാപങ്ങളെല്ലാം യാഥാർത്ഥ്യം തന്നെ. this sin issue is not going to overwhelm you, ഈ പാപത്തിന്റെ വിഷയം നിങ്ങളെ ഭരിക്കുകയില്ല, so that you are sin conscious, നിങ്ങൾ എപ്പോഴും ഞാൻ പാപിയാണോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. and everything you do is within that veil of sin consciousness. നമ്മൾ ചെയ്യുന്നതെല്ലാം ഈ പാപമാണോ, ഞാൻ പാപിയാണോ, ഇനിയും പാപം ചെയ്യുമോ, ഇങ്ങനെയുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വിടുവിക്കുക. So the Bible says there's a delivering power from the pang of sin. പാപത്തിന്റെ പിടുത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കതായ ഒരു ശക്തി ഉണ്ടെന്ന് വചനം പഠിപ്പിക്കുന്നു. You want to know what that is?
അതെന്താണെന്ന് അറിയണമോ? You want to know what that is? അറിയണമോ? Imagine this, the good news of Jesus Christ യേശു ക്രിസ്തുവിന്റെ സദ്വർത്തമാനം സുവിശേഷം tells you can be free from the power of sin. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ഉണ്ടെന്ന് അത് പഠിപ്പിക്കുന്നു. I mean, is there a place at all? Can I be so free? Is that what you're asking me? നിങ്ങൾ ചോദിക്കും, അങ്ങനെ സ്വതന്ത്രമായി ഇരിക്കാൻ സാധിക്കുമോ? And I thought the sin thing is going to be with me permanently. എന്നും അത് എന്നോടൊപ്പം ഇരിക്കുമോ? But is there a place in the Bible which talks about you can be free from sin? പാപത്തിൽ നിന്നും പൂർണ്ണമായി വിടുവിക്കപ്പെടുവാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു ഭാഗം വചനത്തിലുണ്ടോ? Romans 6:14. റോമർ 6:14. Can you turn to the book of Romans, the 6th chapter? and the റോമർ 14th verse? 6:14 തിരിയാമോ? Can somebody read for me as well, please? Hallelujah. You are not under the law, but you are under grace. Okay, please say it after me. Sin shall not have dominion over me. പാപം എൻ്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. Okay, one more time. ഒരു പ്രാവശ്യം കൂടെ. Sin shall not have dominion over me. Dominion over me. For you, come on everybody, for you are not under the law, are not under the law, but under grace. Under grace. Oh. This should bring at least an hallelujah from you. Hallelujah. At least an hallelujah from you. At least an hallelujah from Hallelujah. you. Because it says, just imagine, sin that will not have dominion over you. പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. Just imagine, that was having dominion over every single person on the face of the earth, but the Bible says this sin will not have dominion over you. ലോകം മുഴുവനും കീഴ്പ്പെടുത്തിയിരിക്കുന്ന പാപത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ലെന്നാ ബൈബിൾ പറയുന്നത്. Amen. Simple reason why. വളരെ ലളിതമാണ്. If you're under grace, കൃപയ്ക്ക് കീഴിലാണെങ്കിൽ sin has no power over you. പാപത്തിന് കൃപയുടെ മേൽ ശക്തി ഇല്ല. Amen. Amen. But if sin has to have power over you, പാപത്തിന് നിങ്ങളുടെ മേൽ കർത്തൃത്വം ഉണ്ടെങ്കിൽ you must be under law. നീ ഇപ്പോഴും ന്യായപ്രമാണത്തില, കൃപയിലല്ല. If you're under law, നീ ന്യായപ്രമാണത്തിലാണെങ്കിൽ sin will have dominion over you. പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം But if നടത്തിക്കൊണ്ടിരിക്കും. you're under grace, നീ കൃപയ്ക്ക് കീഴിലാണെങ്കിൽ sin will not have dominion over പാപം you. നിന്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. Isn't that simple? അത് വളരെ ലളിതമല്ലേ? Now what happens now if you mix both? രണ്ടും കൂടെ ചേർത്താലോ? Sin will still have dominion over you. അപ്പോഴും പാപം, അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വിളിക്കില്ലെന്ന് പറയുന്നത്. പാപം പിന്നെയും കർത്തൃത്വം നടത്തും. You know why? എന്തുകൊണ്ടാണെന്നറിയോ? There was a king who said, my members, my citizens ought to bring a glass of milk and pour it in this particular common well kind of thing, so that poor people can come and drink of it. പാവപ്പെട്ടവർക്ക് രാജ്യത്തിൽ പാല് കുടിക്കാൻ വേണ്ടി സമ്പന്നരെല്ലാം അല്പം പാല് കൊണ്ടുവന്ന് കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള സ്ഥലത്ത് ഒഴിക്കണമെന്നൊരു രാജാവ് ഒരിക്കൽ പറഞ്ഞു. So one person said, "Oh man, I'm just going to bring a little water." ഒരാൾ പറഞ്ഞു, ഞാൻ ഇച്ചിരി വെള്ളം കൊണ്ടുവരാം. And the neighbor thought the same way. അയൽക്കാരൻ വിചാരിച്ചു, ഞാൻ ഇച്ചിരി വെള്ളം കൊണ്ടുവരാം, ബാക്കിയൊക്കെ പാലാണല്ലോ. Because everybody else is going to bring milk. എല്ലാവരും പാല് കൊണ്ടുവരുമല്ലോ. Everybody thought the same. എല്ലാവരും ഇത് തന്നെ ചിന്തിച്ചു. There was no milk but just water. അവസാനം വെള്ളം മാത്രമേ ഉള്ളായിരുന്നു, പാല്. You know what I'm saying? ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? Sin will not have dominion over you. പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. Mixture will have dominion over you. എന്നാൽ ഒരു മസാലപ്പരുവം വന്നാൽ അതിന്റെ മേൽ വരാം. Because the Bible is very angry, very upset about mixture. വേദപുസ്തകത്തിന് ഈ മസാല ഭയങ്കര വെറുപ്പാ. Amen. The Lord said in the book of Revelation, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, I wish you were hot. നിങ്ങൾ ഒന്നുകിൽ ചൂടായിട്ടിരിക്കുക. I don't even mind if you're cold. നിങ്ങൾ തണുത്താലും കുഴപ്പമില്ല. But the problem is mixture. ഇത് രണ്ടും കൂടെ ചേർന്നാ ശരിയാകത്തില്ല. I will spew you from my mouth. എന്റെ വായിൽ നിന്ന് ഞാൻ പുറത്തു കളയും. Now, if you're defining cold to be sin, നീ തണുപ്പിനെ പാപമായി ഒന്ന് ചിത്രീകരിച്ചാൽ, God is not saying I'm enjoying your being in sin. No. നീ പാപത്തിൽ ഇങ്ങനെ തണുത്തിരിക്കുന്നത് എനിക്ക് സന്തോഷമാണെന്നല്ല അതിന്റെ So അർത്ഥം. that interpretation goes down the drain. അങ്ങനത്തെ ഒരു വ്യാഖ്യാനം അത് നമുക്ക് തള്ളിക്കളയാനുള്ളതേ I ഉള്ളൂ. believe it's to do with mixing the two covenants. കർത്താവിന് കൂടുതൽ വെറുപ്പ് പഴയ നിയമവും പുതിയ നിയമവും കൂടെ ചേർക്കുന്നതാ. Amen. Amen. Okay, so let me just declare it one more time, all of us together. Sin shall not have dominion over me. Sin shall not have dominion over me. For I am not under the law, ഞാൻ ന്യായപ്രമാണത്തിന് കീഴിലല്ല, but under grace. കൃപയ്ക്ക് കീഴിലാണ്. One more time. ഒരു പ്രാവശ്യം. Sin shall not have പാപം എന്റെ മേൽ dominion over me. കർത്തൃത്വം നടത്തത്തില്ല. For I am not under law, ഞാൻ ന്യായപ്രമാണത്തിന് കീഴിലല്ല, but under grace. കൃപയ്ക്ക് കീഴിലത്രേ. Amen. Amen. Now I have to define the word sin for you. നിങ്ങൾക്ക് വേണ്ടി പാപത്തെ ഞാനൊന്ന് നിർവചിക്കാൻ പോകുന്നു. Now for us, when you talk about sin, sin is referring to the action. പാപമെന്ന് നമ്മൾ പറയുമ്പോൾ പ്രവൃത്തിയാണ് മിക്കവാറും കാണുന്നത്. So we think, okay, I've taken somebody's property, so I have sinned. ഞാൻ ആരുടെയോ ചിലതൊക്കെ പിടിച്ചെടുത്തു, ഞാൻ പാപം ചെയ്തു. Well,
Okay, I agree it's sin. I'm not saying it is good. അത് പാപം തന്നെയാണ്, തെറ്റാണ്. But in the book of Romans, എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ one of the greatest books in defining grace of God, ദൈവത്തിന്റെ കൃപയെ നിർവചിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പുസ്തകങ്ങൾ ഒന്നില്ല. the word sin is referred to in the book of Romans 48 times. 48 പ്രാവശ്യം റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പാപത്തെക്കുറിച്ച് And പറഞ്ഞിരിക്കുന്നു. the two different words used for sin in the original text അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന രണ്ട് വാക്ക് is the first thing called harmatano. ഹർമത്താനോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Harmatano is a verb, it's an action word. ഹർമത്താനോ എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായ ഒരു വാക്കാണ്. Okay, out of 48 times, 48 പ്രാവശ്യം harmatano is used only once. ഒരു പ്രാവശ്യം മാത്രമേ ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഹർമത്താനോ ഉപയോഗിച്ചിട്ടുള്ളൂ. Harmatano means action. അതിന്റെ അർത്ഥം പ്രവൃത്തി എന്നാണ്. That means I have done something and therefore I'm in sin. ഞാൻ ഒരു കാര്യം ചെയ്തത് കൊണ്ട് ഞാൻ പാപത്തിലായി എന്നർത്ഥം. But the noun, എന്നാൽ അതിന്റെ നാമം, the noun, N-O-U-N, noun. The noun, it's not a verb but noun. Noun is place or thing. നാമപദം അല്ലയോ? Yeah, noun. അതിന്റെ നാമം Okay. മറ്റൊന്നാ പറയുന്നത്. Is harmatia. അതാണ് ഹർമാത്തിയ എന്ന് പറയുന്നത്. Harmatia is mentioned 47 times. 47 പ്രാവശ്യം റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഹർമാത്തിയ So എന്ന് എഴുതിയിട്ടുണ്ട്. every time you see basically in the book of Romans, ഓരോ പ്രാവശ്യം റോമർക്ക് എഴുതിയ ലേഖനം കണ്ടാൽ it's not the action, it's the position of sin. പ്രവൃത്തിയല്ല, ആയിരിക്കുന്ന അവസ്ഥയാണ് പാപമെന്ന് കാണാൻ പറ്റും. You understand that? മനസ്സിലാവുന്നുണ്ടല്ലോ? Adam got us all into trouble. Adam got us all into trouble. അതും നമ്മളെല്ലാം പ്രശ്നത്തിലാക്കി. So we are in sin not because we have action in sin, but we were born and birthed in sin. നമ്മൾ ജന്മനാ പാപത്തിന്റെ അവസ്ഥയിലാണ് ജനിച്ചു വീഴുന്നത്. Okay? ആമേൻ. So now don't condemn yourself because you know the Bible said we are just simply birthed and born in sin. നമ്മൾ പാപത്തിൽ ഉരുവാക്കപ്പെട്ടു, ജനിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. And so this sin ഈ പാപം will not have dominion over you അതിന് നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്താൻ സാധിക്കത്തില്ല. because you're not under law നീ ന്യായപ്രമാണത്തിന് കീഴിലല്ല, but under grace. ആദ്യ പാപം Will you say amen? കർത്തൃത്വം നടത്തത്തില്ല, നീ കൃപയ്ക്ക് കീഴിലാണ്. സ്തോത്രം. Will you say amen? ഒരു ആമേൻ പറയാമോ? So now the key to living a successful Christian life ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കണമെങ്കിൽ is to labor to find out what this grace is all about. ഈ കൃപ എന്താണ്, കൃപ എന്താണെന്ന് ആരായുന്നതിൽ അത്രേ നമ്മുടെ ജയം. It's because under the camp of grace that sin will not have dominion over you. ഓ, കൃപയുടെ കൂടാരത്തിൽ പാപത്തിന് നിന്റെ മേൽ കർത്തൃത്വം ഇല്ല. Amen. ആമേൻ. And so this is going to be the study this morning. ഇന്ന് രാവിലെ നമ്മൾ ഇതാ പഠിക്കാൻ പോകുന്നു. കൃപ. All this was introduction. ഇത് ഒരു മുഖവര മാത്രമേ A ഉള്ളൂ. long introduction, isn't it? ഇത് വലിയ മുഖവരയാണല്ലോ. But this subject can last me a couple of days. 3-4 ദിവസം നമുക്ക് ഇവിടെ ഇരിക്കാം. But then I have no time. ലീവ് എടുക്കുന്നവർക്കായി സ്തോത്രം. എനിക്ക് സമയമില്ല, എനിക്ക് പോയേ പറ്റും. Okay. The Lord has spoken to his people through two lips. രണ്ട് അധരങ്ങളിലൂടെയാണ് ദൈവം തന്റെ മക്കളോട് സംസാരിച്ചത്. One is the new covenant. ഒന്ന് പുതിയ നിയമം, One is the new covenant. രണ്ടാമത്തേതും Oh, no, I'm sorry. Old covenant and new covenant. So sorry. പഴയതും പുതിയതുമായ നിയമങ്ങളിലൂടെയാണ് ദൈവം സംസാരിച്ചിരിക്കുന്നത് To his people. തന്റെ ജനത്തോട്. So I'm not asking you to tear the book of Malachi backwards and discard it. I'm not saying that. ഉൽപ്പത്തി മുതൽ മാലക്കി വരെയുള്ള പുസ്തകങ്ങൾ കീറിക്കളയണമെന്നല്ല ഞാൻ പറയുന്നത്. I'm just saying God has got an intent for the old covenant. ദൈവത്തിന് പഴയ നിയമ പുസ്തകങ്ങളെ കുറിച്ച് ഒരു ഉദ്ദേശം And ഉണ്ട്. God has got an intent for the new covenant. പുതിയ നിയമ പുസ്തകങ്ങളെ കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. The old covenant is the new covenant concealed. പഴയ നിയമത്തിൽ നിന്നുമാണ് പുതിയ നിയമം വന്നതെന്ന് വേണമെങ്കിൽ പറയാം. Okay, the old covenant is the new covenant concealed. Okay, go on. Yeah, you see that? Yeah. See, the old covenant പഴയ ഉടമ്പടി is got the new covenant concealed. പഴയ പുതിയ അത് ശരിയല്ല, ശരിക്കും പഴയ നിയമത്തിനുള്ളിൽ പുതിയ നിയമത്തിന്റെ ചില ലക്ഷണങ്ങൾ കാണാമെന്ന് ഞാൻ പറയാം. Okay, the new covenant പുതിയ ഉടമ്പടി is the old covenant revealed. പഴയ നിയമത്തിൽ വെളിപ്പെടാനുള്ളതാണ് പുതിയ ഉടമ്പടി. That is right. You'll get it later. അത് പിന്നെ പറയാം. If you don't get it, you'll get it later. Okay, it's going to be on the website so you can check it out later. Hallelujah. Okay, Amen. old covenant, new covenant concealed. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിന്റെ ലക്ഷണങ്ങൾ, അതിന്റെ കാര്യങ്ങളുണ്ട്. New covenant, old covenant revealed. പുതിയ നിയമത്തിലാണ് പഴയ നിയമത്തിൽ വെളിപ്പെടാനിരുന്നത് പൂർണ്ണതയിലേക്ക് വന്നത് പുതിയ നിയമത്തിൽ. A good example, the book of Leviticus. നല്ല ഒരു ഉദാഹരണം ലേവ്യ പുസ്തകം. If you open up the book of Leviticus, ലേവ്യ പുസ്തകം നിങ്ങൾ തുറന്നാൽ blood simply flows from its pages. രക്തത്തെ കുറിച്ചാണ് അത് മുഴുവനും പറയുന്നത്. Okay, it's going to soil your clothes because it's നമ്മൾ ലേവ്യ പുസ്തകത്തിലേക്ക് കയറിയാൽ നമ്മുടെ ഡ്രസ് എല്ലാം രക്തം കൊണ്ട് ചീത്തയാകാൻ സാധ്യത. But then if you don't have the revelation of this new covenant, എന്നാൽ പുതിയ നിയമത്തെ കുറിച്ച് വെളിപ്പാട് ലഭിച്ചില്ലെങ്കിൽ you're going to say, hey, this book is very brutal.
you know. ഈ പുസ്തകം വളരെയധികം മൃഗീയമാണല്ലോ ചിന്തിക്കാം. Why would an animal need to be sacrificed? What is the purpose of that? ഈ ദൈവം എന്തിനാ ഒരു മൃഗത്തെ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്? അതിന്റെ കാരണം എന്താ? But if you have the intent, you know, the new covenant, പുതിയ നിയമത്തിലൂടെ നീ ഇത് കണ്ടാൽ you will be astonished of the information the old covenant contains in relation to Christ and his sacrifice. ക്രിസ്തുവിന്റെയും അവന്റെ യാഗവുമായിട്ടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിന്റെ ആത്മാവിന്റെ വെളിപ്പാടിൽ നീ പഴയ നിയമം കണ്ടാൽ നിനക്ക് മനസ്സിലാകും ഈ പഴയ നിയമ യാഗവും വരുവാനിരിക്കുന്ന ക്രിസ്തുവിന്റെ യാഗവും തമ്മിലുള്ള ബന്ധം. Amen. ആമേൻ. One day John the Baptist was baptizing people. യോഹന്നാൻ സ്നാപകൻ ജനത്തെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നു. And then he sees a figure approaching him. He was Jesus Christ, the Son of the living God. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ ഇതാ തന്റെ അടുത്തേക്ക് വരുന്നത് താൻ കണ്ടു. And he says these words. ഇങ്ങനെ പറഞ്ഞു, Behold the Lamb of God ദൈവത്തിന്റെ കുഞ്ഞാട്, that takes away the sin of the world. ലോകത്തിന്റെ പാപത്തെ എടുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. It is a very prophetic utterance. ഓ, പ്രാവചനികമായ ഒരു ഉച്ചാരണം അത്രേ അത്. Because in the old covenant there was no such thing as sin being taken away. പഴയ നിയമത്തിൽ പാപം എന്നേക്കുമായി എടുത്തു മാറ്റുന്ന ഒരു പരിപാടി ഇല്ല. It was only covered, so as to speak, and the dust under the carpet. ഓ, അതൊന്ന് പറഞ്ഞ് അന്നേരത്തെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. It was a temporary thing. താൽക്കാലികമായിരുന്നു അതിന്റെ സ്വഭാവം. But when he said takes away the sin of the world, എന്നാൽ പാപത്തെ എടുത്തു കളയുന്നു എന്ന് പറഞ്ഞപ്പോൾ all the Pharisees got mad with him. അതിപ്പോഴും നടക്കുന്നുണ്ട്. പരീശന്മാരാകെ ചൂടായി. Are you trying to tell me that this man can take away the sins of the world? ഈ മനുഷ്യന് ലോകത്തിന്റെ പാപത്തെ ചുമന്നെടുക്കാന്നാണ് പറയുന്നത്. And so if you see from the book of Leviticus, ലേവ്യ പുസ്തകത്തിൽ നിന്ന് നോക്കിയാൽ, as a matter of fact, back up to the book of Genesis, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വീണ്ടും പോയാൽ, when man sinned against God, മനുഷ്യൻ ദൈവത്തിനെതിരെ നിന്നപ്പോൾ man tried to cover his nakedness with fig leaves. അത്തി ഇല കൊണ്ട് മനുഷ്യൻ തന്നെ നഗ്നത ഇല്ലാതാക്കുവാൻ നോക്കി. This refers to your righteousness in reaching God's presence. ഈ അത്തി ഇല സൂചിപ്പിക്കുന്നത് സ്വന്തം നീതി കൊണ്ട് ദൈവത്തെ അന്വേഷിക്കാൻ പോകുന്നവരെ കുറിച്ചാ. And you and I really know fig leaves can't take care of your nakedness. എനിക്ക് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, അത്തിയില എത്ര തുന്നി കെട്ടിയാലും നമ്മുടെ നഗ്നത വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. Refers to the efforts you do in your own goodness to reach God. നമ്മുടെ നീതിയിലും നമ്മുടെ നന്മയിലും എത്ര ദൈവത്തെ തൊടാൻ നോക്കിയാലും നടക്കുകയില്ല. But the Bible says, and God clothed man and woman with the skin of an animal. ഓ, പിന്നെ ദൈവം പറയുന്നു മനുഷ്യനെ ദൈവം തന്നെ മൃഗത്തിന്റെ തോലുകൊണ്ട് തുണി ഇട്ടിരിക്കുന്നു. And for the skin to be extracted, there has to be a death and a shedding of blood. ഈ ഒരു ത്വക്ക് മൃഗത്തിൽ നിന്ന് വലിച്ചെടുക്കണമെങ്കിൽ ഒരു മൃഗം കൊല്ലപ്പെട്ടേ മതിയാവും. Hebrews 9 says, without shedding of blood, there's no remission of എബ്രായർ sins. 9 പറയുന്നു രക്തം ചീന്താതെ യാഗം. And so you begin to see the picture from the old to the new when it comes to John the Baptist with Jesus standing in front of him. പഴയത് മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള ചിത്രം നിങ്ങൾ കണ്ടു. അപ്പോഴാണ് ആ അർത്ഥത്തിൽ യേശു വന്ന് നിൽക്കുന്നതും അവൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. Notice the words of choice, the Lamb of God. ദൈവത്തിന്റെ കുഞ്ഞാട്. He could have probably said the Son of God. ദൈവപുത്രൻ എന്ന് പറയാമായിരുന്നു. No, but Lamb of God. എന്നാൽ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. Because all the blood which was shed throughout the thousands of years, ആയിരം വർഷമായി ചീന്തപ്പെട്ട രക്തം, is finally culminated on the cross of Calvary, Jesus Christ becoming the true Lamb of God. യേശു ക്രിസ്തു ദൈവത്തിന്റെ യഥാർത്ഥ യാഗ കുഞ്ഞാടായി തീരുന്നതിനെ കുറിച്ച് പറയും. Amen. ആമേൻ. That's what I meant by saying that the old covenant is actually revealed in the new covenant. പഴയ നിയമം പുതിയ നിയമത്തിലാണ് വെളിപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം അതാ. Amen. ആമേൻ. Okay, now for the covenants, I need to explain what is covenant. എന്താണ് ഉടമ്പടി എന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു. A covenant is a legal is a promise with a legal binding. ഒരു ലീഗലായിട്ടുള്ള ഒരു ഉറപ്പോടുകൂടി നടത്തപ്പെടുന്ന ഒരു വാഗ്ദത്തം അത്രേ കവനന്റ് എന്ന് പറയുന്നത്. ഉടമ്പടി. It's just not a promise. വെറുതെ ഒരു വാഗ്ദാനമല്ല. But remember this, if God promised, I mean that's good enough for you and me. എനിക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു കാര്യം വാഗ്ദാനം ചെയ്താൽ ഉവാണ്. But the Bible says he went further and he signed it with his own precious blood so as to എന്നാൽ speak. വേദപുസ്തകം പറയുന്നത് അവൻ വെറും വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, അവൻ ഒരു പടിയും കൂടെ മുന്നോട്ട് പോയി തന്റെ രക്തം കൊണ്ട് അവിടെ ഒപ്പിട്ടു. Amen. ആമേൻ. If you have an engagement between two people, an engagement, രണ്ട് പേർ തമ്മിൽ ഒരു എൻഗേജ്മെന്റ് so ഉണ്ടെങ്കിൽ we say, we tell both the families, we will get so and so married together. രണ്ട് പേര്, you have to say man and woman, okay? Okay. It's not India. Right, okay. In the church we teach a man and woman about to Exactly. get married. Exactly. Both the families, according to the traditions in India, both the families come together. Yes, and they give a promise to one another. അവർ പരസ്പരം ഒരു വാഗ്ദത്തം കൊടുക്കുന്നു. Okay? And then you transpose it to the wedding setting.
തുടർന്ന് ഇതേ വിഷയം വിവാഹത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. The same thing happens. The man tells the woman, I will marry you forever. And the woman tells the man, I'm going to be with you forever. പുരുഷൻ സ്ത്രീയോടും സ്ത്രീ പുരുഷനോടും നമുക്ക് വിവാഹം കഴിക്കാം, ഞാൻ നിന്നെ വിവാഹം കഴിച്ചുകൊള്ളാം, ഒരുമിച്ച് ജീവിച്ചുകൊള്ളാം എന്ന ഒരു ഉടമ്പടിയിലേക്ക് അവർ കയറുക. Both are the same till this point. The engagement as well as the wedding itself. Till this point, it's identical. വിവാഹവും ഉറപ്പും നിശ്ചയവും ഏതാണ്ട് ഇതുവരെ ഒരുപോലെയാണ്. But the interesting part അതിന്റെ താല്പര്യമുള്ള കാര്യം is when both the husband and the wife now, they go and sign a register. അവരൊരു രജിസ്റ്ററിൽ സൈൻ ചെയ്യുമ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം And നടക്കുന്നത്. there's a witness to sign alongside. അവരുടെ കൂടെ ഒപ്പിടുവാൻ മറ്റൊരു വ്യക്തി കൂടെ ഉണ്ട്. So a covenant is a promise with a legal binding. ഈ മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ടുവരുന്ന സാധുത ഒരു ഉടമ്പടിക്കുണ്ട്. സാധാരണ ഒരു അംഗീകാരത്തിനില്ല, ഒരു എഗ്രിമെന്റിനില്ല. So the old covenant and the new covenant is so important. അതുകൊണ്ടാണ് പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിൽ ഇത്ര പ്രാധാന്യമുള്ളത്. Amen. So now you understood the meaning of the word covenant here. നിങ്ങൾക്ക് ഉടമ്പടിയുടെ അർത്ഥം മനസ്സിലായല്ലോ. It's just not some ordinary, okay, fine, I will take care of this, and it's a വെറുതെ serious matter. വെറുതെ എന്തെങ്കിലും പറയാന്നുള്ളതല്ല. രണ്ടുപേർ തമ്മിൽ പരസ്പരം സമ്മതിച്ചുകൊണ്ട് അവർ പ്രവേശിക്കുകയും മൂന്നാമതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും കൂടെയുള്ള ഒരു കാര്യമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. The old covenant is the shadow. പഴയ ഉടമ്പടി എന്ന് പറയുന്നത് നിഴലാണ്. The new covenant is the real thing. പുതിയതാണ് പൊരുൾ. The old covenant is the letter, the literal letter itself. പഴയ നിയമപ്രകാരം വേദപുസ്തകത്തിലെ വാക്കിനാണ് പ്രാധാന്യം. അവിടെ എന്ത് എഴുതിയിട്ടുണ്ട്? വാക്യെ പിടിക്കുക, വാക്കിൽ എന്ത് എഴുതിയിട്ടുണ്ട്? Yeah, but the new covenant, it's the spirit behind it. പുതിയ നിയമം വാക്കിലല്ല, ആത്മാവിലാണ്. സ്തോത്രം. Amen. Major difference. വലിയ വ്യത്യാസമാണ്. Why didn't you bring an animal to this worship service this morning? രാവിലെ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു മൃഗത്തെ കൊണ്ടുവരാഞ്ഞത്? Because we are very smart. We say it's the old covenant. നമ്മൾ പറയും, നമ്മൾ ഭയങ്കര മിടുക്കരായി പോകും, അതൊക്കെ പഴയ നിയമമല്ലേ എന്ന് നമ്മൾ പറയും. But then if you ask, why did you bring a baby, a 3-month baby, to be baptized in sprinkling water? We have no answer. എന്നാൽ ആരെങ്കിലും നമ്മൾ ചോദിക്കുക, കൊച്ചു കുഞ്ഞിനെ അതിന്റെ തലയിൽ വെള്ളം ഒഴിച്ചാൽ അതിന് ഉത്തരം പറയാൻ ക്രൈസ്തവ സഭയ്ക്ക് അറിഞ്ഞുകൂടാ. Because I was baptized like that, I didn't know what happened to me. I was probably sleeping. I was a dry baby. They made me a wet baby. ഞാൻ മിണ്ടാതെ കിടന്നുറങ്ങി സമാധാനമായിട്ട് കൊച്ചു കുഞ്ഞൻ എന്നെ പിടിച്ച് വെള്ളം കോരി മുക്കി എന്നെ പ്രശ്നമുണ്ടാക്കി. And I really ask people, tell me how, and they have no answer. ഞാൻ പലപ്പോഴും ചോദിച്ചു, നിങ്ങൾ ഈ സ്നാനം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ അവർക്ക് യാതൊരു ഉത്തരവുമില്ല. Because the Bible says, repent and be baptized, every one of you. വേദപുസ്തകം പറയുന്നത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക. Amen. ആമേൻ. A child does not want to repent. ഒരു കൊച്ചു കുഞ്ഞിന് മാനസാന്തരത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. Okay, that's why I'm saying, please be aware of the right division between the old and the new. അതുകൊണ്ടാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസത്തെ വ്യക്തമായി നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ പറയുന്നു. The old covenants was written in a stone tablet. പഴയ നിയമം കല്ലുകൊണ്ടുള്ള ടാബ്ലറ്റുകളിൽ എഴുതി വെച്ചിരിക്കുക. New covenant is written in our hearts. പുതിയ നിയമം എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. സ്തോത്രം. Amen. I'm just touching and going because of no time. I can explain. സമയമില്ലല്ലോ, ഞാൻ ഇങ്ങനെ തൊട്ട് പോവാം. The ceremonial part of the old covenant പഴയ നിയമത്തിലെ ശുദ്ധീകരണ പ്രക്രിയയിലോ നോക്കിയാൽ takes a spiritual meaning in the new covenant. പുതിയ നിയമത്തിലാണ് അതിന്റെ ആത്മീക അർത്ഥം വരുന്നത്. Amen. ആമേൻ. Old covenant example, the Sabbath speaks of a day. പഴയ നിയമത്തിൽ ശബത്ത് ഒരു ദിവസത്തെ കാണിക്കുന്നു. But in the new covenant, എന്നാൽ പുതിയ നിയമത്തിൽ Sabbath refers to a place of rest. സ്വസ്ഥതയുടെ ഒരു ആത്മീക സ്ഥലത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നു. So if you're in the old covenant, you stick to that Sunday and you say, no, I'm not going to move. പഴയ നിയമ വിശ്വാസിയാണെങ്കിൽ ഞായറാഴ്ചയാണ് ആരാധന, മറ്റെല്ലാ ദിവസത്തിനും പ്രാധാന്യമില്ലെന്ന് നിങ്ങൾ പറയും. But when you come to the new covenant, പുതിയ നിയമത്തിലേക്ക് നീ പ്രവേശിച്ചാൽ it's the spirit behind it. അതിന്റെ പുറകിൽ, നിന്റെ ആരാധനയുടെ പുറകിലുള്ള ആത്മാവിനാണ് പ്രാധാന്യം. It refers to the place of rest you are in because Christ has become, he has rested after completing the creation of the world in 6 days. 6 ദിവസം കൊണ്ട് തന്റെ വേല തീർത്ത് ദൈവം താൻ സ്വസ്ഥതയിൽ പ്രവേശിച്ചു എന്ന് പറയുന്ന അതേ സ്വസ്ഥതയിൽ നാമും പ്രവേശിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. Amen. ഹല്ലേലൂയ. So you see the difference right here. ഇവിടെ നിങ്ങളെ വ്യത്യാസം കണ്ടാട്ട്. Amen. ആമേൻ. Okay, are you so far okay with me? I hope I have not lost you. കൂടെ ഉണ്ടോ ദൈവമക്കളെ? കരങ്ങൾ ഒരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah. ഹല്ലേലൂയ. I hope you're following what I'm saying, Very spiritual people. Oh, praise the Lord. Praise the Lord. Amen. So I'm not this joking. will set you free. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. I'm speaking the truth. You are very powerful people. Honestly. Okay. The new covenant is based on better promises. പുതിയ നിയമത്തിന്റെ നാലാമത്തെ പ്രത്യേകത ശ്രേഷ്ഠമായ നല്ല വാഗ്ദത്തങ്ങൾ അടങ്ങിയതാണ് പുതിയ നിയമം. Now, law and grace cannot coexist. കൃപയും ന്യായപ്രമാണവും ഒരുമിച്ച് ജീവിക്കുകയില്ല. Cannot coexist. ഒരുമിച്ച് ജീവിക്കാനൊക്കത്തില്ല. Okay.
Ishmael was born to Abraham ഇഷ്മായേൽ അബ്രഹാമിന് ജനിച്ചു. through man's self-effort. മനുഷ്യന്റെ സ്വന്തം ശക്തി കൊണ്ടാണ് ആ സൃഷ്ടി ഉണ്ടായത്. God promised Abraham to give him a child, a descendant. ഒരു കുഞ്ഞിനെ കൊടുക്കാമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞിരുന്നു. But he waited for a long time. ഒരുപാട് നാൾ കാത്തിരുന്നു. Nothing seems to happen. ഒന്നും നടന്നില്ല. Remember, he was plugged into a covenant. താൻ ദൈവവുമായി ഒരു ഉടമ്പടിയിലാണെന്ന് നിങ്ങൾ അറിയണം. What is a covenant? എന്താണ് ഉടമ്പടി? God says, I will bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. I will make your name great. ഞാൻ നിന്റെ പേര് വലുതാക്കാം. What does Abraham have to do? അബ്രഹാം എന്ത് ചെയ്യണം? Receive. വിശ്വസിക്കണം, സ്വീകരിക്കണം. That's a covenant. അതാണ് ഉടമ്പടി. Every time there's an action from your side, നിന്റെ ഭാഗത്തു നിന്ന് ഓരോ പ്രാവശ്യം ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ it's not a covenant. നീയായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യണമെങ്കിൽ അത് ഉടമ്പടിയല്ല, നീ It's not- വിശ്വസിക്കണം. Yeah, you just plug into what God said He is going to do with you. ദൈവം നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞതിനോട് ചേർന്ന് അങ്ങ് ഇരുന്നേച്ചാ മതി. അത് മാത്രം നീ ചെയ്താ മതി. And so he waits and waits. Nothing seems to happen. So they find a way out based on human effort. കുറെ നാൾ ഇങ്ങനെ പ്ലഗ് ഇൻ ചെയ്തിട്ടും കാര്യമൊന്നും കാണാഞ്ഞപ്പോൾ മാനുഷികമായ ചില പ്രവർത്തികളിലേക്ക് അബ്രഹാം തിരിഞ്ഞു. Ishmael is born. അങ്ങനെ ഇഷ്മായേൽ ഉണ്ടായി. Okay, then the Bible says God promised to give him a child, and Isaac came maybe a couple of years later. 14 years. 14, yeah. Okay. ഏതാണ്ട് 13-14 വർഷത്തിന് ശേഷമാണ് വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ ദൈവം കൊടുക്കുന്നത്. Ishmael is in the same house. അതേ ഭവനത്തിൽ ഇഷ്മായേലും ഉണ്ട്. Isaac is in the same house. ഇസഹാക്കും അതേ ഭവനത്തിലാണ് വളരുന്നത്. They cannot coexist. ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ ഒക്കത്തില്ല. And so he goes to God and they said, Lord, this is a confusion. What do I do? ദൈവമേ, ഇതാ ഭവനത്തിൽ ഒരു വലിയ പ്രശ്നം നടക്കുന്നു, എന്ത് ചെയ്യണം? The Lord simply says, ദൈവം പറയുന്നു, send out the bondwoman. ഈ അടിമത്തത്തിൽ കിടക്കുന്നവനെ പുറത്തു കള. Send out the bondwoman. അവളെയും പുറത്തു കള. Because the bondwoman will suck out the grace and make your life paralyze you. Church, listen to this very carefully. അടിമത്തത്തിൽ കിടക്കുന്ന ന്യായപ്രമാണക്കാരൻ നിന്റെ നടുവിലുണ്ടെങ്കിൽ നിന്റെ ജീവനോട് വലിച്ചോണ്ട് പോകുന്നു. എത്ര പേർക്ക് അറിയാം? That has been the testimony of this church in the past. Praise the Lord. Remember this. ഇത് ഓർത്തുകൊള്ളണം. It cannot coexist. ഒരുമിച്ച് നിൽക്കാൻ The ഒക്കുകയില്ല. bondwoman has to leave. ഈ അടിമത്തത്തിൽ കിടക്കുന്ന ന്യായപ്രമാണത്തിന്റെ ആത്മാവുള്ളവൻ പുറത്തു പോകണല്ലേ മാനസാന്തരപ്പെടുന്നത്. Amen. ഹല്ലേലൂയ. The law is weak in a certain sense. ചില രീതിയിൽ പറഞ്ഞ ന്യായപ്രമാണം വളരെ ബലമില്ലാത്തതാ. Because the Bible says when they were asked to leave, Ishmael was cared by the mother. This guy should have been a young man. What's that? This guy should have been a young person when he was asked to leave. പുറത്തു പോകാൻ പറയുന്ന സമയത്ത് ഇവൻ ചെറുപ്പക്കാരനായിരുന്നിരിക്കണം. Okay, and send the mom has to take care of him. അമ്മ അവനെ നോക്കേണ്ട ആവശ്യമുണ്ട്. But grace, എന്നാൽ കൃപയോ, Isaac ഇസഹാക്കോ carried the own wood on his back and he went up the mountain. അവനാണ് അപ്പന്റെ കൂടെ യാഗപീഠത്തിന് വിറകുമായി പോയത്. And he says, Father, everything seems to be fine. Where's the sacrifice? അപ്പ എല്ലാം ശരിയാണെന്ന് തോന്നുന്നല്ലോ, എവിടെ യാഗവസ്തു? എവിടെ? Strong. അതാണ് ശക്തി. The law is weak. ന്യായപ്രമാണം ദുർബലമാണ്. Grace is strong. കൃപ ശക്തമാണ്. Hallelujah. ഹല്ലേലൂയ. We are the children of Isaac. നാമോ വിശ്വാസത്താൽ ഇസഹാക്കിന്റെ പാരമ്പര്യത്തിലുള്ളവരാണ്. Amen. ആമേൻ. Okay, let me just give you a couple of scriptures. ഒന്ന് രണ്ട് ദൈവവചനം ഞാൻ തരട്ടെ. Okay. First of all, let's go to the book of Hebrews, chapter 8 verse 7. എബ്രായർ 8:7. Let's talk about the first covenant and the second covenant. ഒന്നും രണ്ടും ഇതിനെ ഉടമ്പടികളെ കുറിച്ച് പറയാം. For if that okay, yes, please go ahead. Okay, it says the first covenant, if that first covenant had been faultless, then no place would have been sought for a second. ആദ്യത്തേത് ശ്രേഷ്ഠമായിരുന്നെങ്കിൽ രണ്ടാമത്തേതിന് പിന്നീട് ഒരു ഇടം അന്വേഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. That means the first covenant was inadequate. അതായത് ആദ്യത്തെ ഉടമ്പടി പോരാത്തതായിരുന്നുവെന്ന് സാരം. That's the whole reason there was a new covenant. അതുകൊണ്ടാണ് പുതിയ ഉടമ്പടി വന്നത്. Verse 8 says, 8ാമത്തെ വാക്യം പറയുന്നു, because finding fault with them, he says. അതിനകത്തൊരു കുറവ് കണ്ടിട്ട് ദൈവം, There is a fault in the old covenant. പഴയ ഉടമ്പടിയിൽ ഒരു കുറ്റം ദൈവം തന്നെ കണ്ടു. It says, when I will make the days are coming, said the Lord, I will make a new covenant with the house of Israel. ഇസ്രായേൽ ഗൃഹത്തോട് ഒരു പുതിയ നിയമം ഞാൻ ചെയ്യുന്ന ദിവസങ്ങൾ ഇതാ വരുന്നുവെന്ന് അന്നേ ദൈവം വിളിച്ചു പറഞ്ഞു. Not according to the covenant, verse 9, that I will make with their fathers. അവരുടെ പിതാക്കന്മാരുമായി ഞാൻ ചെയ്ത ഉടമ്പടി അല്ല. It's a different covenant. പുതിയത് വ്യത്യസ്തമാണ്. Amen. Amen. The Lord prophesied the end of the old and the beginning of the new. പഴയതിന്റെ അവസാനവും പുതിയതിന്റെ ആരംഭവും ദൈവം പ്രവചിച്ചു. Amen. Amen. Are you there with me so far? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ പ്രിയമുള്ളവരെ? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Are you there with me so far? Okay. Beautiful teaching. Go ahead. Okay. Now the key is this.
ഇതാണ് ഇതിന്റെ താക്കോലല്ലേ മർമ്മം. Where do you draw the line? എവിടെയാണ് നമുക്ക് ഈ വരവരയ്ക്കാൻ പറ്റുന്നത്? Where does the old covenant end and the new covenant begin? എവിടെയാണ് പഴയ നിയമം അവസാനിക്കുന്നതും പുതിയ നിയമം ആരംഭിക്കുന്നതും? Any guesses? ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? Where does it begin? Where does എവിടെ the ആരംഭിക്കുന്നത്? end and the new one begin? എവിടെ ഇത് അവസാനിക്കുന്നു, എവിടെ ആരംഭിക്കുന്നു? Pardon me? When Christ came, you mean the birth of Christ? Okay. Any other choice? We'll just ക്രിസ്തു take വന്നു, a couple of them. ക്രിസ്തുവിന്റെ ജനനത്തിങ്കിലാണോ? Okay, but in the life of Jesus, where? In the life of Jesus. Which point? In the life, he's asking about life of Jesus. The life of Jesus. Pastor Heflin said Calvary. 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 Resurrected. Okay. Resurrection. Okay. Okay. When the Holy Spirit came. Okay. Okay. A lot of things. Okay. We'll make it very simple. ലളിതമാക്കാം. In the old covenant, just hang in with me. In the old covenant, പഴയ നിയമം, the priest would stand right here. പുരോഹിതന്മാർ ഇവിടെ നിൽക്കും. And so a person would come into his presence with an animal. ഒരു മൃഗവുമായി അവന്റെ സാന്നിധ്യത്തിലേക്ക് ഒരാൾ വരും. He knows that this animal will take the place of this person. ഈ വ്യക്തിയുടെ സ്ഥാനമാണ് ഇപ്പോൾ ഈ മൃഗത്തിന് കൊടുക്കുക. If I'm the priest, ഞാനാണ് പുരോഹിതനെങ്കിൽ both of them come in, the animal and the man. മനുഷ്യനും അവന്റെ യാഗവസ്തുവായ മൃഗവും വരും. The man's purpose is to sacrifice the animal so that he can be let off temporarily and be free from sin. മനുഷ്യന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ മൃഗത്തിന്റെ മേൽ തന്റെ പാപം ചാരി അവന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളത് അത്രേ. Okay, who's at fault? Is it the animal or the man? ആരുടെ പാപം? മൃഗമോ മനുഷ്യനോ? The man. Okay. The man, മനുഷ്യൻ. So when they come to me, I being the priest, അവരെ ഒരുമിച്ച് എൻ്റെ അടുത്ത് ഞാൻ ഒരു പുരോഹിതനായിരിക്കെ വരുമ്പോൾ now I'm examining the animal. ഞാൻ മൃഗത്തെ ആണ് നോക്കുന്നത്. I'm not examining the man. ഞാൻ മനുഷ്യനെ അല്ല, The animal. To മൃഗത്തെ. see if it is blind or maimed or deformed or whatever it may be. ദൈവത്തിന്റെ താല്പര്യപ്രകാരം ഉള്ളതാണോ എന്ന് നോക്കുന്നത്. And so I examine the animal. അപ്പൊ ഞാൻ മൃഗത്തെ നോക്കി. Then I sacrifice the animal. അത് നല്ലതാണെന്ന് കണ്ടാൽ ഞാൻ അതിനെ യാഗം And അർപ്പിക്കും. the man goes scot free. മനുഷ്യനാണെങ്കിൽ പിന്നെയും പഴയതുപോലെ പോകും. Okay? Now in the old covenant again, coming also to the time of the high priest and the sacrifices in the temple. വീണ്ടും പഴയ നിയമത്തിലേക്ക് നമ്മൾ പുരോഹിതന്മാരുടെ ഒക്കെ കാര്യം നോക്കുമ്പോൾ, So imagine the high priest would actually go in with the blood of an animal into the Holy of Holies once in a year. വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മൃഗങ്ങളുടെ രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകും. So he goes in actually trembling because he's afraid if there was one small error, he would drop down dead right there. എന്തെങ്കിലും തന്റെ കുറവ് കൊണ്ടൊരു പ്രശ്നമുണ്ടായാൽ അവിടെ ദൈവസാന്നിധ്യത്തിൽ മരിച്ചു വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു പഴയ നിയമത്തിലെ ഉടമ്പടി. And so there's a screen, nobody knows what's happening. The priest is inside somewhere there. എവിടെയോ മഹാപുരോഹിതനുണ്ട്, ആർക്കും അകത്ത് കയറാനൊക്കത്തില്ല, അവിടെ എന്ത് സംഭവിക്കുന്ന ആർക്ക് കാണുവാനും ഒക്കത്തില്ല. The guy's got a chain around him so that if he drops dead, they would drag the guy out. അവന്റെ ചുറ്റും ഒരു വലിയ ചങ്ങല പോലത്തെ കാര്യമുണ്ട്, അവൻ മരിച്ചു വീണാൽ അവനെ വലിച്ചെടുക്കാവുന്ന പോലത്തെ. And so just imagine this. ഇങ്ങനെ ചിന്തിക്കുക, The rope is being let in. കയറ് അകത്തേക്ക് വിടുക. It's quiet. The people are outside. ആൾക്കാരെല്ലാം പുറത്താണ്, ഇയാൾ മാത്രം അകത്താണ്, വളരെ നിശബ്ദമാണ്. They are anxious to see if the high priest would come back out, because when he comes back out, their sins are covered for 1 year. മഹാപുരോഹിതൻ ജയത്തോടെ യാഗം അർപ്പിച്ച് തിരിച്ചു വന്നാൽ ഒരു വർഷത്തേക്ക് അവരുടെ പാപം സൗജന്യം കഴിഞ്ഞു. There's a tension in the air. അന്തരീക്ഷത്തിൽ ഭയങ്കരമായ ആകാംക്ഷയുണ്ട്. And so the people who let the rope around, which the rope is let inside, once in a way probably tighten it a little bit to see if this guy is still moving or not. ഈ കയറ് പിടിച്ചോണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വലിക്കും, ഇയാൾ ഇപ്പോഴും ജീവനോടുണ്ടോ എന്നറിയാൻ വേണ്ടി. And just imagine the high priest is going with the blood, and then somebody keeps yanking him. He can't even say anything, but he needs to keep going. മഹാപുരോഹിതൻ ഇങ്ങനെ രക്തവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ പിടിച്ച് വലിക്കും. അദ്ദേഹത്തിനാണ് ഒന്നും പറയാൻ പറ്റത്തില്ല, വല്ലാത്തൊരവസ്ഥയാണ്, ഇങ്ങനെ മുന്നോട്ട് പോവാ. He's going with trembling. വിറയലോടെ അദ്ദേഹം പോകും. And then he pours the blood on that mercy seat. അവിടെ കരുണാസനത്തിങ്കിൽ ആ രക്തത്തെ താൻ ഒഴിക്കും. The Lord is happy. കർത്താവിന് സന്തോഷം. And then he looks at himself. He's not dead. താൻ തന്നെ നോക്കി, മരിച്ചിട്ടില്ല. And he needs to come outside. താൻ വലിയൊരു ആശ്വാസത്തോടെ തിരിച്ചു വരിക. Outside, they do not know that the blood has been accepted and the man is still alive. So they're waiting in anticipation. പുറത്തെ പ്രാകാരത്തിൽ കാത്തിരിക്കുന്നവർക്ക് അറിഞ്ഞുകൂടെ രക്തം ദൈവം സ്വീകരിച്ചോ, ഈ മനുഷ്യൻ ജീവനോടെ വന്നോ എന്ന്. Amen. So just imagine you're the people waiting for the high priest to appear. നിങ്ങളുടെ പാപയാഗത്തിന് വേണ്ടി മഹാപുരോഹിതൻ പുറത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. All of you are tense.
എല്ലാവരും ടെൻസ് Because ആയിട്ടിരിക്കുക. 1 year of your sin being covered depends on this guy coming out victoriously. ഇയാളുടെ വിശുദ്ധിയും ഇയാളെ ജീവനോടെ പുറത്തു വരുന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഒരു വർഷത്തേക്കുള്ള സൗജന്യമായി ഇനി പാപം ചെയ്താം എന്നുള്ള അവസ്ഥയ്ക്ക്. Okay, so if I, the high priest, I open the curtain and show myself, what would you do? മഹാപുരോഹിതനായ ഞാൻ പെട്ടെന്ന് കേട്ടൻ തുറന്ന് നിങ്ങൾ എന്ത് ചെയ്യും? What would you do? സന്തോഷം വന്നല്ലോ. You must clap and say, hey, praise the Lord, you know. ഓ എന്റെ പാപം ക്ഷമിച്ചു, ദാ മഹാപുരോഹിതൻ വന്നല്ലോ എന്ന് പറയും. Amen, you're happy now because your sins are taken care for 1 year. ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് പാപമോചനമായി. There's a replica of the same thing in heaven. സ്വർഗത്തിൽ നടക്കുന്നതിന്റെ ഒരു സൂചനയാണിത്. In the new covenant, Jesus takes his own blood, യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ തന്റെ തന്നെ രക്തമെടുത്ത് goes to the Holy of Holies in heaven, സ്വർഗത്തിലെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെന്ന് and pours his blood on the mercy seat. ആ കരുണാസനത്തിലേക്ക് തന്റെ തന്നെ രക്തമൊഴിക്കും. The Bible says his blood is perfect. It is not to be repeated. It's perfect and one time. തന്റെ രക്തം വീണ്ടും വീണ്ടും ഒഴിക്കേണ്ടതുപോലെ അത് ഇംപെർഫെക്റ്റ് അല്ല, അത് പെർഫെക്റ്റ് ആണ്. Okay, and so it's accepted. അതുകൊണ്ട് ദൈവം അത് സ്വീകരിച്ചു. But when he came out, എന്നാൽ അവൻ പുറത്ത് വന്നപ്പോൾ that was a resurrection day. അത് പുനരുത്ഥാന ദിവസമായിരുന്നു. When he rolled the stone and he came outside, ആ കല്ല് നീക്കിയവൻ പുറത്തു വന്നപ്പോൾ it's not that to prove that he's alive, അവൻ ജീവനോടെ ഉണ്ടെന്ന് കാണിക്കാനല്ല, but to prove to you that his blood has been accepted, that rejoicing should start in the house of the Lord because the blood has been accepted. അവൻ പുറത്തു വന്ന എന്തിനാണെന്നറിയാമോ? മഹാപുരോഹിതൻ പുറത്തു വന്നതുപോലെ അവനും പുറത്തു വന്നപ്പോൾ നാം അതിൽ സന്തോഷിക്കുവാനാ കർത്താവ് അങ്ങനെ ചെയ്തത്. സ്തോത്രം. Do you see that? നിങ്ങളത് കണ്ടോ? The new covenant starts when the blood is applied. പുതിയ നിയമം ആരംഭിക്കുന്നത് രക്തം പുരട്ടുമ്പോൾ മുതലാ. Amen. സ്തോത്രം. Prior to all that, അതിനെല്ലാം മുമ്പ് it's still the old covenant. അതിനു മുമ്പുള്ളത് എല്ലാം പഴയ നിയമമാണ്. Amen. ആമേൻ. Now, if you try to do what Jesus said to do in the Gospels before the cross, you'll have problems. ക്രിസ്തു ക്രൂശിന് മുമ്പ് പറഞ്ഞതെല്ലാം കൂടെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പഴയ നിയമമായി പോകും. Amen. ആമേൻ. We try to follow. Jesus Christ was taking the law to another new level to tell you you cannot keep the law. ന്യായപ്രമാണത്തെ മറ്റൊരു അളവിലേക്ക് യേശു കർത്താവ് ഉയർത്തി കാട്ടിയത് നിങ്ങളുടെയും എന്റെയും ശക്തി കൊണ്ട് ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാൻ സാധിക്കത്തില്ല എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. Amen. ആമേൻ. The book of Matthew chapter 5 verse 17. മത്തായി 5:17 It says, Jesus says, I've come to fulfill the law. ന്യായപ്രമാണത്തെ നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. Do not think I've come to destroy the law and the prophets. ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെ നശിപ്പിക്കുവാനല്ല ഞാൻ വന്നത്. I did not come to destroy but to fulfill. നശിപ്പിക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ. So when Jesus walked up that cross, യേശു ആ ക്രൂശിലേക്ക് നടന്നപ്പോൾ every law, every rigorous demands of the law was placed upon him, and he's the only one who can keep the law perfectly. ന്യായപ്രമാണത്തിന്റെ എല്ലാ നിഷ്ഠൂര ആവശ്യകതകളെയും യേശുവിന് പുറത്തു വെച്ചു. യേശുവിന് മാത്രമേ അവയെ നിവർത്തിപ്പാൻ സാധിച്ചുള്ളൂ. Amen. ആമേൻ. Now just imagine Galatians chapter 4 and verse 4. Let's go to ഗലാത്യർ 4:4 നോക്കാം. In the fullness of time, സമയത്തിന്റെ പൂർണ്ണതയിൽ the Bible says God sent forth his son, തന്റെ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. and it says made under or born under the law. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി. Amen. So that he can fulfill the demands of the law. ന്യായപ്രമാണത്തിന്റെ ആവശ്യകതകളെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം. Amen. Amen. So when Jesus is the completion or Jesus is the end of the law. ന്യായപ്രമാണത്തിന്റെ അന്തകനും അവസാനിപ്പിച്ചവനുമാണ് യേശു ക്രിസ്തു. Okay, now the question you asking me, why the law in the first place? നിങ്ങൾ എന്നോട് ഇങ്ങനെ ചോദ്യം ചോദിക്കുക, എന്തിനാ അപ്പൊ പിന്നെ ന്യായപ്രമാണം കൊണ്ടുവന്നത്? Okay, now let me also tell, let me just, there are so many things to say. Okay, let me tell you, go to the book of 1 Corinthians chapter 15 and verse 57. 1 കൊരിന്ത്യർ 15:57 1 വായിച്ച്. Corinthians 15:57. 1 കൊരിന്ത്യർ 15:57. Go ahead and read it, please. 1 കൊരിന്ത്യർ 15:57. ഇപ്പോൾ I'm sorry, 56. Back up one more verse. 56. 56. Yeah. Okay. It says the sting of death is sin. പാപത്തിന്റെ വിഷമുള്ളത്രേ. And the strength of sin is the law. ന്യായപ്രമാണമാണ് പാപത്തിന്റെ ശക്തി. Okay. What is strengthening sin? എന്താണ് പാപത്തെ എപ്പോഴും പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? You thought the 10 commandments are helping you to fight sin.
10 കൽപ്പനകൾ അതുപോലെ നിങ്ങൾ പുറകെ പോയാൽ നിങ്ങൾക്ക് പാപത്തെ അതിജീവിക്കാമെന്നത്രേ നിങ്ങൾ പറയുന്നത്. But the Bible says, no, no, no. വേദപുസ്തകം പറയുന്നത് അങ്ങനെയല്ല. The law is strengthening sin against you. യഥാർത്ഥത്തിൽ ന്യായപ്രമാണം പാപത്തെയാണ് ബലപ്പെടുത്തുന്നത്. Amen. ആമേൻ. Is that what the Bible says? അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. The strength of sin is the law. പാപത്തിന്റെ ബലമെന്ന് പറയുന്നത്, പാപത്തെ പരിപോഷിപ്പിക്കുന്നത്, പാപത്തിന് പിൻബലമേകുന്നത് ന്യായപ്രമാണവും അതിന്റെ മനസ്സും അതിന്റെ അവസ്ഥയുമാ. Okay. Romans chapter 3 and verse 31. റോമർ 3:31 31. പറയുന്നു. റോമർ 3:31 പറയുന്നു. It says, do we then make void the law? ഇതൊക്കെ പറയുന്നത് കൊണ്ട് ന്യായപ്രമാണത്തിന് അഫലമാണെന്നാണോ നാം പറയുന്നത്? No, we establish the law. നമ്മൾ ന്യായപ്രമാണത്തെ പ്രസ്താവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. The law's job is to show you that you cannot ever keep the law. ന്യായപ്രമാണം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശക്തി കൊണ്ട്, സ്വന്തം കഴിവ് കൊണ്ട് ന്യായപ്രമാണത്തെ ഒരു കാലത്ത് നമുക്ക് നിവർത്തിപ്പാൻ സാധിക്കത്തില്ല. Are you with me so far? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? The purpose of the law. ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം, The Bible says the law is good. വേദപുസ്തകം പറയുന്നത് ന്യായപ്രമാണം നല്ലത്. Okay, why is the law good? എന്തുകൊണ്ടാണ് ന്യായപ്രമാണം It നല്ലത്? shows us that we cannot keep the law. നമുക്ക് ന്യായപ്രമാണം നിവർത്തിക്കുവാൻ സാധിക്കത്തില്ലെന്ന് കാണിക്കുന്നതാണ് ന്യായപ്രമാണം അതിനെ ദൈവം തന്നിരിക്കുന്നത്. And why did the law come in the very first place? എന്തുകൊണ്ടാണ് ന്യായപ്രമാണം വന്നത്? From the beginning of creation right down to Moses, ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ മോശയുടെ കാലം വരെ we were living under grace. നമ്മൾ കൃപയ്ക്ക് കീഴിലായിരുന്നു. Okay, and then things were fine. എല്ലാം നല്ലതായിരുന്നു. Okay, Abraham made mistakes. അബ്രഹാമിന് അബദ്ധങ്ങളുണ്ടായി. Isaac made mistakes. ഇസ്ഹാക്കിന് അബദ്ധങ്ങളുണ്ടായി. But because they were plugged in the covenant of God, എന്നാൽ അവർ ദൈവത്തിന്റെ ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് God blessed them in spite of that. ദൈവം അവരെ അനുഗ്രഹിച്ചു. How can God bless somebody who made a mistake? ഒരു അബദ്ധമുണ്ടായ ആളെ ദൈവത്തിന് എങ്ങനെ നീതീകരിക്കാൻ സാധിക്കും? If I have a child, I have a small baby, this child destroys my phones and so on and so forth, you know. എനിക്കൊരു കൊച്ചു കുഞ്ഞുണ്ട്, അതാണെങ്കിൽ എന്റെ ഫോണും എല്ലാം നശിപ്പിക്കുന്ന നല്ല ശുശ്രൂഷയില്ല. I excuse her. ഞാൻ എന്നാൽ അവളോട് ക്ഷമിക്കും. It's simple for you to understand. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് അവളോട് ക്ഷമിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. How can God forgive Abraham in spite of him lying about his wife? അബ്രഹാം ഭാര്യയെക്കുറിച്ച് ഭോഷ്ക് പറഞ്ഞിട്ടും ദൈവത്തിന് എങ്ങനെ അബ്രഹാമിനോട് ക്ഷമിക്കാൻ സാധിച്ചു? Because just like I love my daughter, I'm not going to beat her up just because she destroyed my phone. എന്റെ ഫോൺ നശിപ്പിച്ചതുകൊണ്ട് എന്റെ കുഞ്ഞിനെ അടിച്ച് തല്ലി കൊല്ലാത്തതുപോലെ I am merciful to her. എന്റെ മോളോട് എനിക്ക് കരുണയുള്ളതുപോലെ Till the time she comes to accountability, അവൾ അക്കൗണ്ടബിലിറ്റിയിലേക്ക് വരുന്നത് വരെ, till I teach her the right and the wrong. ശരിയും തെറ്റും ഞാൻ അവളെ പഠിപ്പിക്കുന്നവരെ. And so that's what the old covenant under the grace in the time of Abraham really was. അബ്രഹാമിന്റെ സമയം വരെയും ഇതായിരുന്നു സംഭവം. ദൈവം ഇങ്ങനെ ഇടപെട്ടത്. But the time came എന്നാൽ സമയം വന്നപ്പോൾ in Exodus chapter 19, പുറപ്പാട് 19 where the children of Israel said, "Oh, we can do, Lord, whatever you want us to do." നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാൻ കർത്താവേ എന്ന് ഇസ്രായേൽ മക്കൾ പറയാനിടയായി. Watch this very carefully. If you read it, Exodus 19, നിങ്ങൾ പുറപ്പാട് 19 വായിക്കുക. they said to the Lord, "Whatever you want us to do, we will do." നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. Now, instead of saying, "Lord, I need your grace to survive every single day," ഓരോ നിമിഷവും കൃപ കൂടിയേ തീരൂ എന്ന് പറയുന്നതിന് പകരം, if it's the food falling from heaven in the form of manna, I need your grace. മന്ന സ്വർഗത്തിൽ നിന്ന് വീഴുന്നതാണെങ്കിൽ പോലും പെറുക്കാൻ കൃപ വേണമെന്ന് പറയുന്നതിന് പകരം, If it's the water gushing from the rock, I need your grace. പാറമേൽ നിന്നുമാണ് വെള്ളം വരുന്നതെന്ന് പറഞ്ഞാലും അത് കൃപയാലാണ് പറയുന്നതിന് പകരം, Instead of that, അതിന് പകരം the children of Israel said, ഇസ്രായേൽ മക്കൾ പറഞ്ഞു, we are well able to do all that you want us to do. നീ പറയുന്നതെല്ലാം ചെയ്യാൻ ഞങ്ങൾക്ക് നല്ല കഴിവാ. The Lord said, "Is that so? ദൈവം പറഞ്ഞു, അങ്ങനെയാണോ? Do you know my standard? എന്റെ സ്റ്റാൻഡേർഡ് എന്താ നിങ്ങൾക്ക് അറിയോ? Do you know my standard of holiness?" എന്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് നിലവാരം നിങ്ങൾക്ക് അറിയാമോ? 10 commandments. 10 കൽപ്പനകൾ. The big 10. ആ 10 കൽപ്പനകൾ. So the big 10 says, "Thou shalt not, thou shalt not, thou shalt not." 10 കൽപ്പനകളിനകത്തും പ്രധാനപ്പെട്ട വിഷയം നീ ചെയ്യരുത്, എന്ത് ചെയ്യരുത് നീ പറയുന്നു. Under grace, കൃപയ്ക്ക് കീഴിൽ I will bless you, I will bless you, I will bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാം, ഞാൻ നിന്നെ പോഷിപ്പിക്കാം. Thou shalt not, thou shalt not, thou shalt not. ന്യായപ്രമാണത്തിന് കീഴിലാണെങ്കിൽ അരുത്, അത് ചെയ്യരുത്, പിടിക്കരുത്, തുടരുത്, അങ്ങോട്ട് തിരിയരുത്, ഇങ്ങോട്ട് തിരിയരുത്. The law is like a torchlight. ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു ടോർച്ച് ലൈറ്റ് പോലെയാണ്. Okay, and if I were to take and you know, maybe tap this particular carpet here right in front of me, എന്റെ മുമ്പിലുള്ള കാർപ്പറ്റ് ഞാൻ ചെറുതായിട്ടും തൊട്ടാൽ, and then I put a flashlight on top of this thing, ഞാൻ അതിന് മുകളിൽ ഒരു ടോർച്ച് പിടിച്ചാൽ, you will have dust. പൊടി പൊങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. So you can't blame the torchlight. നിങ്ങൾക്ക് ടോർച്ച് ലൈറ്റിനെ കുറ്റം പറയാൻ ഒക്കത്തില്ല. You understand? മനസ്സിലാവുന്നുണ്ടോ? The law is only highlighting what is in the heart of a person. ഒരു മനുഷ്യന്റെ ഉള്ളിൽ എന്തുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ന്യായപ്രമാണം ചെയ്യുന്നത്.
Hallelujah. Very good Till example. that point of time, ആ സമയം വരെ there was no death in the camp of Israel. ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ There was no death. മരണമില്ലായിരുന്നു. But instantly after Exodus 20, പുറപ്പാട് 20 ന്യായപ്രമാണം കിട്ടിയതിന് where ശേഷം the law was given, ന്യായപ്രമാണം എവിടെ കൊടുത്തോ, the first person who died മരിച്ച ആദ്യത്തെ മനുഷ്യൻ was a person who picked up sticks on a Sabbath day. സബത്ത് ദിവസം കമ്പുകൾ പെറുക്കിയ ഒരുവനാണ് മരിച്ചത്. I mean, if you compare it with Abraham and his lies, picking up sticks is insignificant. അബ്രഹാം പറഞ്ഞ കള്ളവും പാവപ്പെട്ട ഒരു മനുഷ്യൻ ശബത്ത് നാളിൽ ഒരു ചെറിയ കമ്പൊടിച്ചതുമായിട്ട് നോക്കിയാൽ കൂടുതൽ പാപം ചെയ്തത് ആരാ? എന്നിട്ട് മരിച്ചത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനാ. And so you see the difference here. After the law, the whole picture changes. ന്യായപ്രമാണത്തിന് ശേഷം ചിത്രം അപ്പാടെ മാറിയത് നിങ്ങൾ കണ്ടോ? സ്തോത്രമൊക്കെ പറഞ്ഞു ഇതേ. ഹല്ലേലൂയ. Amen. The Lord has not changed. ദൈവം മാറിയിട്ടൊന്നുമില്ല. He says, I am the same yesterday, today and tomorrow. ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. But the way he dealt with people changed. എന്നാൽ താൻ മനുഷ്യരോടുള്ള തന്റെ പ്രതികരണം മാറിക്കൊണ്ടേയിരുന്നു. Because the man said, I can do it. The Lord said, if you want to do it, മനുഷ്യൻ I'm going to പറയുന്നു, give you the way to do it. Let's see now. മനുഷ്യൻ പറയും എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു എന്നത്തിന് തന്നെത്താനങ്ങ് ചെയ് എന്ന് ദൈവം പറഞ്ഞു. അതിനുള്ള ഫലവും കണ്ടു. Go to the book of 2 Corinthians, please, if you will. Chapter 3, verse 6. 2 കൊരിന്ത്യർ 3:6. The last line says, അവസാനത്തെ വാക്യം the പറയുന്നു, letter kills, but the spirit gives life. അക്ഷരം കൊല്ലുന്ന ആത്മാവ് ജീവിപ്പിക്കുന്നു. സ്തോത്രം. The letter is the 10 commandments. ഈ അക്ഷരം എന്ന് പറയുന്നത് 10 കൽപ്പന, ആ ന്യായപ്രമാണം എല്ലാമാ. It comes and kills us. അത് വന്ന് നമ്മളെ കൊല്ലും. Okay, and now, എന്നാൽ let me just now tell you the difference about how the Lord made the way of escape from this covenant. ഈ ഒരു ഉടമ്പടിയിൽ നിന്നും എങ്ങനെ നമുക്ക് മാറാമെന്ന് കർത്താവ് കാണിക്കുന്നു. Okay, Galatians chapter 3, please, if you can turn there. ഗലാത്യർ 3-ലേക്ക് നിങ്ങൾ ഒന്ന് കടക്കുമോ? Galatians the 3rd chapter. ഗലാത്യർ 3. Let me just give you the verse in 1 second. ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ ആ വാക്യം തരാം. Verse 24. 24-ാം വാക്യം. Okay, are you there? Galatians 3, 24. ഗലാത്യർ 3:24 എത്തിയോ? Okay, therefore the law was our tutor to bring us to Christ. ക്രിസ്തുവിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനുള്ള ഗൃഹപാഠകനായിരുന്നു, ഗൃഹവിചാരകനായിരുന്നു ന്യായപ്രമാണം. Okay, give me your attention, please. ഒന്ന് ശ്രദ്ധിക്കണമേ. Now just imagine if you go to the law, നിങ്ങൾ ന്യായപ്രമാണത്തിൽ പോയാൽ the law says thou shalt not, thou shalt not, thou shalt not, thou shalt not. ന്യായപ്രമാണത്തിന്റെ സ്വഭാവം അരുത് എന്നുള്ളതാ. And you know, if a wise person said, I really cannot now because it's too strong on me, I just cannot keep the whole 10. വേദിക്കും ബുദ്ധിയുള്ളവനാണ് പറയും ഈ 10 കൽപ്പനയൊന്നും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ ഒക്കത്തില്ലേ എന്ന് പറയും. You know, we used to play this game called Snake and Ladder. ഞങ്ങള് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കാറുണ്ട് ആയിരുന്നു. Yeah, you keep going up the ladder and then you come to 98 and then you put the 199 you're back in 2. അങ്ങ് കളിച്ച് മേളിൽ ചെന്ന് 98 എത്തുമ്പം ഒന്ന് തെറ്റിയാൽ നേരെ ഒന്നിലേക്ക് വരും. That's how the law works. അങ്ങനെയാണ് ന്യായപ്രമാണത്തിന് കീഴിലുള്ള വിശ്വാസികളും അങ്ങനെയൊക്കെ തന്നെയാണ്. It traps you someplace. എവിടെങ്കിലും വെച്ചത് പിടിക്കും. You know, there was the rich ruler who came to Jesus and said, good master, what should I do? You know, നല്ല ഗുരു ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. what did Jesus say? യേശു എന്ത് പറഞ്ഞു? Jesus told him, യേശു പറഞ്ഞു, sell all that you have. നിനക്കുള്ളതെല്ലാം വിൽക്കുക. Have you kept all the law? നീ എല്ലാ ന്യായപ്രമാണം സൂക്ഷിച്ചോ? Oh yes, Lord, I've kept everything. ഞാൻ എല്ലാ ന്യായപ്രമാണം സൂക്ഷിച്ചു. Big lie. വലിയ Amen. ആമേൻ. Because the big lie, the big 10, you cannot escape the big 10. ആ വലിയ 10 കൽപ്പനകളെ പൂർണ്ണമായി നിവർത്തിപ്പാൻ ഒരു മനുഷ്യന് സാധിക്കത്തില്ല. Because once one commandment says, thou shalt not covet. ഒരു ന്യായപ്രമാണം പറയുന്നത് എന്താണ്? നീ ദ്രവ്യാഗ്രഹം നിനക്കുണ്ടാകരുത്. Everybody's got that big snake 99 to bring us to 2 because all of us have coveted sometime or the other. ഏതെങ്കിലും സമയത്ത് അത്യാഗ്രഹമുള്ള എന്തെങ്കിലും ഒരു പ്രകടനം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അതിമോഹം ദുർമോഹം ഒക്കെ ഉണ്ട്. So the purpose of the law, അപ്പോൾ ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം, if you say yes, I can keep all the law, എനിക്കെല്ലാം സൂക്ഷിക്കാമെന്ന് പറഞ്ഞാലും the law is like a mirror, shows you something is wrong with you. നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങളെ കാണിക്കുന്നതാണ് You ന്യായപ്രമാണം. just cannot keep the law. നിങ്ങൾക്കത് സൂക്ഷിക്കാൻ അറിയത്തില്ല. And so the law, the Bible says, is our tutor. വേദപുസ്തകം പറയുന്നത് ന്യായപ്രമാണം നിങ്ങളുടെ ഗൃഹപാഠകനാണ്, So the വിചാരകൻ. tutor tells you, അപ്പോൾ ഈ ഗൃഹവിചാരകൻ പഠിപ്പിക്കുന്നു, are you really trying to attempt to climb me and to fulfill me? നിന്റെ സ്വന്തം ശക്തി കൊണ്ട് നീ എന്റെ മേൽ കയറാനാണോടാ നോക്കുന്നതെന്ന് ന്യായപ്രമാണം പറയുന്നു. I mean, are you serious about trying to keep me? എന്നെ സൂക്ഷിക്കുന്നതിൽ നീ അത്ര ഉത്സാഹവാനാണോ? And if you say yes, ആണെന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ it literally holds your hand അത് ശരിക്കും നിങ്ങളുടെ കൈ പിടിച്ച് and takes you to Christ. നിങ്ങളിലേക്ക് ക്രിസ്തുവിലേക്ക് അത് കൊണ്ടുപോകും. Because it says you just cannot, don't waste your time. കാരണം അത് തന്നെ ന്യായപ്രമാണം തന്നെ പറയുന്നുണ്ട്, നിന്റെ സ്വന്തം ശക്തി കൊണ്ടൊന്നും എന്നെ നിവർത്തിപ്പാൻ ഒക്കത്തില്ല, വാ ഞാൻ ക്രിസ്തുവിലേക്ക് നിന്നെ കൊണ്ടുപോകാം. Amen. ആമേൻ. The law was our tutor to bring us to Christ. അപ്പൊ ക്രിസ്തുവിലേക്ക് നമ്മെ കൊണ്ടുവരാനുള്ളതായിരുന്നു ന്യായപ്രമാണം. How many of us have tried to say, Lord,
I'm going to be good. I'm trying to be good. I want to attend all the services. I want to do everything. And then you fail. ഇന്നു മുതൽ എല്ലാ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയിരിക്കും എന്ന് നിർബന്ധമായി പറഞ്ഞ് 2-3 ആഴ്ച പിന്നെ കാണത്തില്ലെന്നുള്ള അനുഭവം എത്ര പേർക്കുണ്ട്? സ്തോത്രം. And we know, oh man, I just cannot. I'm so sorry, Lord. I mean, I just cannot do this. It's not possible with my own strength. അങ്ങനെ വന്ന് കുറെ കഴിയുമ്പോൾ കർത്താവേ എന്നെ കൊണ്ട് ഈ പരിപാടി ഒന്നും നടക്കത്തില്ല എന്ന് പറയുന്നത് പണ്ടേ പറഞ്ഞതാ. സ്തോത്രം, സ്തോത്രം. Amen. That's why the law takes you to Christ. അതുകൊണ്ടാണ് ന്യായപ്രമാണം നമ്മൾ സ്ഥിരമുള്ള നമ്മുടെ പരാജയങ്ങൾ നമ്മെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നത്. But we as people who know the truth, നമുക്ക് സത്യം അറിയാവുന്നത് കൊണ്ട് we say, Lord, you know what? I come to you straight. ഞാൻ നേരെ അങ്ങ് വരിക. ഞാൻ പരാജയപ്പെടാനൊന്നും നിൽക്കുന്നില്ലേ. I come by grace and grace alone. ഞാൻ കൃപയാൽ കടന്നു വരികയാണ്. I don't come by my good deeds. എന്റെ കഴിവ് കൊണ്ടും മിടുക്കൊണ്ടല്ല വരുന്നത്. I come just as I am. ഞാൻ ആയിരിക്കുന്നത് പോലെ വരിക. With my filth and my sin. എന്റെ പാപവും എന്റെ കൊള്ളരുതായ്മ അഴുക്കും ദുർഗന്ധവും എല്ലാമായിട്ട് അങ്ങ് വരിക. Just as I am without one plea. ഞാൻ ആയിരിക്കുന്നത് പോലെ ഒരു ചോദ്യം ചോദിക്കാതെ ഞാൻ വരിക. You are saved. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. You are saved. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. But the people who try to keep the law, എന്നാൽ ന്യായപ്രമാണം സൂക്ഷിക്കുന്നവരോ, you're living in absolute frustration. നിങ്ങൾക്ക് എപ്പോഴും തൃപ്തിക്കുറവ്. Because you're saying, oh, the law says one more. You're inadequate. One more. ഇത് ഒന്നുകൂടെ ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കണം, ഒരു 21 ഇരിക്കണം, ഒരു 46 ഇരിക്കണം. എന്ത് ചെയ്താലും അവസാനം വരുമ്പോൾ ഒരു തൃപ്തിയില്ല. Oh, I fasted 40 days. 40 ദിവസം ഉപവസിച്ചു. He says, no, 41 days. ഇല്ല, 41 ഇരിക്കണം. Lord, I've given so much. കർത്താവേ, ഞാൻ ഇത്രയും പണം കൊടുത്തു. One more. അതുപോരാ, കുറച്ചും കൂടെ കൊടുക്കണം. Because the way it is designed is to let you know you cannot keep the law. ന്യായപ്രമാണത്തെ ദൈവം തന്നിരിക്കുന്നത് തന്നെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് കാണിക്കാനാ. അതുകൊണ്ട് ന്യായപ്രമാണം എന്തെല്ലാം ചെയ്താലും നമ്മൾ തൃപ്തി കിട്ടുകയില്ല. ഒരു സ്തോത്രം പറ. Hallelujah. The law was to bring us to Christ that we might be justified by faith. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിന് വേണ്ടി ന്യായപ്രമാണം ദൈവം നമുക്ക് തന്നതാ. What happens when you have faith? വിശ്വാസം ഉണ്ടെങ്കിൽ സംഭവിക്കും. By faith you are saved through faith. It's not of yourself, it's the gift of God. നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. So when you come to faith, വിശ്വാസത്തിലേക്ക് വരുമ്പോൾ the Bible says we are no longer under a tutor. നമ്മൾ ഇനിയും ഒരു ഗൃഹവിചാരകന് കീഴ്പ്പെട്ടല്ല ഇരിക്കുന്നത്. Verse 25 says that. 25 വാക്യം അതാ പറയുന്നത്. After faith has come, വിശ്വാസം വന്നാലോ, we are no longer under a tutor. ഇനി നിങ്ങൾ ഒരു ഗൃഹവിചാരകന് കീഴിലല്ല. Will you say hallelujah? Hallelujah. Will you say amen? Amen. I am free. ഞാൻ സ്വതന്ത്രനാണ്. Because now I found the right route to come to Christ. ക്രിസ്തുവിലേക്ക് ദൈവത്തിലേക്ക് നേരിട്ട് വരാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചു. I'm sure that you understand what I'm saying. Frustration after frustration, attending prayer meetings after fasting prayers and say, God, something must happen. Nothing happens. And you say, okay, maybe I must try another set of fasting. 21 ദിവസം 40 ദിവസം പട്ടിണി കിടക്കുന്നു, ഏതാണ്ടൊക്കെ ചെയ്യുന്നു, ഒന്നും നടക്കുന്നില്ല. അങ്ങ് ഫ്രസ്ട്രേഷനായി ഇനി ഒരു കാര്യം കൂടെ ചെയ്യാം, ഒരു സീസണും കൂടെ വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരോട് പറയാം, നേരിട്ട് ക്രിസ്തുവിന്റെ അടുത്തേക്ക് പോയാൽ മതി. അതിനകത്ത് ഫുൾഫിൽമെന്റ് ഉണ്ട്. Amen. Amen. What should I do? ഞാൻ എന്ത് ചെയ്യണം? Say, God, thank you for the law. കർത്താവേ, ന്യായപ്രമാണത്തിന് നന്ദി, which has showed me that without the law I will not need you as much as I understand. ഈ ന്യായപ്രമാണം ഉള്ളതുകൊണ്ടാണ് കർത്താവേ എനിക്ക് നിന്നെ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ന്യായപ്രമാണത്തിനായി സ്തോത്രം. Suppose a person is walking and he falls into a big ditch. ഒരുവൻ നടന്നു പോകുമ്പോൾ വലിയ കുഴിയിൽ വീണാൽ, and then he thinks he's fine because he fell in the ditch. അവൻ കുഴിയിൽ വീണതുകൊണ്ട് അവന് കുഴപ്പമില്ലെന്ന് അവൻ വിചാരിക്കുന്നു. And then later somebody says, you know what, you're in the wrong place, because if the floods come you'll be drowned. എന്നാൽ കുറച്ച് പോകുമ്പോൾ ഒരാൾക്കാർ വരുന്നു, വലിയ മഴ, വെള്ളം പൊങ്ങിയതുകൊണ്ട് നീ അതേ കുഴിയിൽ തന്നെ വീഴാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. This information is like the law. ഇത് ന്യായപ്രമാണം പോലെയാ. Saying that you're going to kill yourself. നീ നിന്നെ തന്നെ കൊല്ലാൻ പോവുകയാണ്. And then there's a rope which falls from heaven. എന്നാൽ സ്വർഗ്ഗത്തിൽ നിന്നും ഒരു കയർ വരുന്നു. This rope is Jesus. അതാണ് യേശു. And you hold on to the rope. നീ ഇതേ പിടിക്കുക, കയറെ പിടിക്കുക. And we pull you up, you're set free. നിന്നെ അതിൽ നിന്നുമേ ഉയർത്തിക്കൊണ്ടുവരും. The law will tell you the danger of trying to attempt to live your life by yourself നിന്റെ without Christ. സ്വന്തം ശക്തി കൊണ്ട് ജീവിക്കുന്നതിന്റെ വിവരക്കേടിനെ കുറിച്ച് ന്യായപ്രമാണം പറയും. One last verse and I'm through. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തിയേക്കാം. Galatians 3:13. ഗലാത്യർ 3:13. We all know that Jesus Christ died for our sin. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചെന്ന് നമുക്കറിയാം. We know that Jesus Christ died for our sickness. നമ്മുടെ രോഗം കൊണ്ട് മരിച്ചെന്ന് നമുക്കറിയാം. But the Bible says, Galatians 3:13, ഗലാത്യർ 3:13 വചനം പറയുന്നു, Christ has redeemed us from the curse of the law. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു എന്ന് പറയുന്നു. It's a curse. അത് ഒരു ശാപമാണ്. Living under the law is a curse. ന്യായപ്രമാണത്തിന് കീഴിലുള്ളത്. He has redeemed us from the curse of the law. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും യേശു നമ്മളെ വീണ്ടെടുത്തു. Having become a curse for us. നമുക്ക് വേണ്ടി അവൻ ശാപമായി. Hallelujah. Thank you, Lord. He takes on himself sickness, he takes on himself the sin, and he takes on himself the rudiments of the law. പാപവും, ശ്രദ്ധിക്കണമേ, പാപവും രോഗവും ശാപവും അവന്റെ മേലോട്ട് അവൻ എടുത്തു.
And finally, he says this in the book of Hebrews chapter 8, എബ്രായർ 18:8 പറയുന്നു, verse 12. 12, For I will be merciful to their unrighteousness, ഞാൻ അവരുടെ അതിക്രമങ്ങളോട് ഞാൻ ദയാലുവായിരിക്കും, and their sins and their lawless deeds I will remember no more. അവരുടെ പാപവും അതിക്രമങ്ങളും ഇനി ഞാൻ ഓർക്കയില്ല. Hallelujah. ഓ ഹല്ലേലൂയ. All that you've done, I remember no more. നീ ചെയ്തൊന്നും ഞാൻ ഇനി ഓർക്കയില്ലെന്ന്. Why? Because now you're in Christ. കാരണം നീ ഇപ്പോൾ ക്രിസ്തുവിലാണ്. Christ fulfilled the law. ക്രിസ്തു ന്യായപ്രമാണം നിവർത്തിച്ചു. Christ became a curse in trying to fulfill the law for your എനിക്ക് sake. വേണ്ടി എന്റെ യേശു കർത്താവ് എല്ലാ ശാപവും ഏറ്റെടുത്തു. In the next verse, verse 13 says, 13ാം വാക്യം, in that he says, അവൻ ഇങ്ങനെ a പറയുന്നതിൽ, new covenant he has made. ഒരു പുതിയ ഉടമ്പടി അവൻ എനിക്ക് ഉണ്ടാക്കി. The first is obsolete, പഴയത് ഇപ്പോൾ നിഷ്ഫലമാണ്. and what is obsolete is giving place to the new. എന്ത് അഫലമായോ അത് പുതിയതിന് വഴി തുറക്കുന്നു. Amen. ആമേൻ. Today you're in the new covenant. ഇന്ന് നിങ്ങൾ പുതിയ ഉടമ്പടിയിലാണ്. Don't go back. The Apostle Paul says, don't go back to days and washings and rudiments and Sabbath days and holy days. Nothing of that sort. Christ. ദയവായി ദിവസങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും പിടിക്കരുത്, തുടരുത്, രുചിക്കരുത്, അതിന്റെ പുറകെ പോകരുത്. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ, Amen. There's no such thing as a holy day. ഒരു വിശുദ്ധ ദിവസം എന്ന് പുതിയ നിയമത്തിലുള്ളവർക്കില്ല. There's something as a holy people. വിശുദ്ധ ജനം എന്നുണ്ട്. Amen. ആമേൻ. And to preachers like us, ഞങ്ങളെ പോലുള്ള ഉപദേഷ്ടാക്കന്മാർ, it says 2 Corinthians 3 and verse 6. 2 കൊരിന്ത്യർ 3:6, me too. Okay, yeah. Who also made us sufficient as ministers of the new covenant. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു. Why am I speaking the new covenant message? ഞാൻ എന്തിനാ പുതിയ നിയമത്തിന്റെ മെസ്സേജ് പറയുന്നത്? Because it says God has made us sufficient to preach this new covenant message. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ നടത്തുവാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കിയെന്ന് പറഞ്ഞു. Not of the letter, അക്ഷരം പഠിച്ചതുകൊണ്ടല്ല but പ്രസംഗം of the ശരിയാകുന്നത്. Spirit. പരിശുദ്ധാത്മാവിലാണ് ശുശ്രൂഷിക്കേണ്ടത്. The letter kills, അക്ഷരം കൊല്ലുന്നു, the Spirit gives life. ആത്മാവോ ജീവൻ നൽകുന്നു. Hallelujah. ഹല്ലേലൂയ. Life. ജീവൻ. Amen. I'm going to ask Pastor to pray ഹല്ലേലൂയ. and release a word of blessing on you. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ നമ്മൾ പോവാം. Hallelujah. ഹല്ലേലൂയ. Just be there for a minute. George will just come. Church, this message was so important for us. We'll stop in 5 minutes. I want most of the people here in this church are new believers. Most of you were baptized in this church. And you will remember how I have tried to tell you, if you keep yourself away from the law. Remember, how many of you know that? I have also told many of the visiting pastors about them. I have told you, please make sure they preach and teach the new covenant. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പുതുതായി വരുന്ന സന്ദർശക ശുശ്രൂഷകന്മാർ പുതിയ നിയമം പഠിപ്പിക്കുന്നവരാകണമെന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം.